Assalamu Alaikum, hi my dear butterflies, how are you all? It's me, your Fareeda ma'am, your English teacher. So welcome back to my English class. I know you are eagerly waiting for the new lesson, and just before that, let's have dua for knowledge. Rabbi yasir, wa la tu'assir, wa tammim bil khair, wa bihi nasta'inu, ya fattahu, Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, നമുക്ക് പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി കുറച്ച് ലെസൺസ് ഒക്കെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ എന്തെന്നാ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ലെസൺ 10 നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നമുക്ക് ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, വി നോ ദാറ്റ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ഫിനിഷ് ഓൾ ദ ലെസൺസ്, സോ ദാറ്റ് വി സ്കിപ്പ് unnecessary lesson and we will take only necessary important lessons. Okay, and today you have to open the page number 114. Okay, അപ്പോൾ 114 നമ്മളൊരു പുതിയ ലെസൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, and it is lesson 11. All of you please take your textbook and here we go. Let me see the lesson name. Ricky the robot. Ricky the robot. Okay, and who is Ricky? It's a robot. Have you ever seen a robot in action? Let's read the story of Mohit, who was amazed by a robot that went about doing all the chores in his house. Okay, so what they are asking in this lesson, have you ever seen a robot in action? ഈ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു റോബോട്ടിനെ have you ever seen? കണ്ടിട്ടുണ്ടോ? Let's read the story of Mohit. Now we are going to read about the story of whom? Mohit. Whose story? Mohit. Okay. So we are going to read about the story of Mohit. Okay. And who was amazed by a robot. And he was amazed by a robot. A robot കാരണം അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. That went about doing all the chores in his house. അവൻ്റെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്ന ഒരു റോബോട്ട്. അതിനെ കണ്ടിട്ട് ആകെപ്പാടെ amazed ആയിട്ടുള്ള മോഹിത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി വായിക്കാൻ പോകുന്നത്. Okay, here we go. Mohit lived in a beautiful high-tech house which had every possible modern gadget. His parents were engineers who built gadgets for a company dealing in robotics. One day, when he came back from school, Mohit was startled to see a new face welcoming him at the door. It was a robot. Okay, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? What they are saying in the first stanza, we can understand one thing, that this Mohit, this particular person, this particular boy, he is living in a high-tech house. Okay, he is living in a beautiful high-tech house. അല്ലേ, ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള എല്ലാം ഭയങ്കര ടെക്നിക്കലി അഡ്വാൻറ്റേജ്, ഒത്തിരി ടെക്നിക്കലി ഒത്തിരി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. ആര്? മോഹിത്. Which had every possible modern gadget. അപ്പോൾ gadget means what? What do you mean by gadget? Electronic device, isn't it? ഇലക്ട്രോണിക് ഡിവൈസിനാണ് നമ്മൾ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് മൊബൈൽ അതൊരു ഗാഡ്ജറ്റാണ്. അങ്ങനത്തെ സംഗതികളെല്ലാം തന്നെ ടാബിലൊക്കെ ഗാഡ്ജറ്റാണ്. ഓക്കെ, അപ്പം എല്ലാ ഗാഡ്ജറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെയധികം ഹൈടെക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളും സംഗതികളും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹൗസിലാണ് മോഹിത് താമസിക്കുന്നത്. ഹിസ് പാരൻസ് വെർ എൻജിനീയേഴ്സ്. അപ്പോൾ മോഹിത്തിന്റെ പേരൻസ് ആരാണ്? എൻജിനീയേഴ്സ്. ഹു ബിൽഡ് ഗാഡ്ജറ്റ്സ് ഫോർ എ കമ്പനി ഡീലിംഗ് ഇൻ റോബോട്ടിക്സ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ റോബോട്ടിക്സ്? എന്താണ് റോബോട്ടിക്സ്? ടെക്നോളജി എംപ്ലോയ്ഡ് ടു ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് ഓപ്പറേറ്റ് റോബോട്ട്സ്. അപ്പോൾ ഈ റോബോട്ട്സിനെ പിന്നിലുള്ള ടെക്നോളജി, അല്ലെങ്കിൽ റോബോട്ടിനെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവരാരാണ്? ഇവർ എൻജിനീയേഴ്സ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഒരു കമ്പനിക്ക് വേണ്ടി ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കി കൊടുക്കും. റോബോട്ടിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുകയാണ് എൻജിനീയേഴ്സ് ആയിട്ടുള്ള മോഹിത്തിന്റെ പാരൻസിന്റെ ജോലി. One day when he came back from school, Mohit was startled to see a new face welcoming him at the door. It was a robot. And what do you mean by startled? Shocked or alarmed? അപ്പോൾ എന്താണ്, ഒരു ദിവസം പതിവ് പോലെ ആസ് യൂഷ്വൽ വൺ ഡേ ഈവനിങ് മോഹിത് കെയിം ബാക്ക് ടു ഹോം. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. ദെൻ ഹി സ്റ്റാർട്ടിൽഡ്. സ്റ്റാർട്ടിൽ മീൻസ് വാട്ട്? ഷോക്ക്ഡ് അല്ലേ? ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോയി. വാട്ട് ഹാപ്പൻഡ്? എന്തിനാണ് ഷോക്ക്ഡ് ആയത്? ബിക്കോസ് ഹി സോ one person. And who was that? A robot. He was welcoming at the door.
അല്ലേ? അവൻ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ മോഹിത്തിനെ ആരാണ് സ്വാഗതം ചെയ്തത്? Who welcomed him? A robot. ഒരു റോബോട്ടാണ് സ്വാഗതം ചെയ്തത്. So he really shocked. He really startled. Who? Mohit. Hello, Mohit, said the robot. Where's mom? Asked Mohit. Mom, mom is in the lab, said the robot. Oh, my little fellow is home. So you found it, Mohit's father said, walking towards the door. Mohit, meet Ricky. Our company made this robot. It's going to stay with us and help us with the housework. We could really use an extra pair of hands. What do you think? Asked his father. Okay, so what happened there? When this boy, this Mohit, came back to home, what he saw? One robot. A robot welcomed this Mohit at his door. And he really startled. He shocked. അല്ലേ? അപ്പോൾ മോഹിത് നല്ല രീതിയിൽ ഷോക്ക്ഡായി പോയി. ഒരു റോബോട്ട് വന്ന് ഡോറ് തുറന്നപ്പോഴത്തേനും എന്ത് പറഞ്ഞു? ഹലോ മോഹിത് അല്ലേ? റോബോട്ട് അപ്പം തന്നെ മോഹിത്തിനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഹലോ മോഹിത്. അപ്പോൾ റോബോട്ട് ഹലോ മോഹിത് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവനാകെ ഷോക്ക്ഡായി പോയി. ഷോക്ക്ഡായിട്ട് എന്തെന്നാ പറഞ്ഞത്? വെർ ഇസ് മോം? അമ്മ എവിടെയെന്ന് ചോദിച്ചു. വെർ ഇസ് മോം? അപ്പം എന്ത് പറഞ്ഞു? Mom is in the lab, said the robot. അപ്പോൾ റോബോട്ട് എന്ത് പറഞ്ഞു? മോം എവിടെയാണെന്ന് പറഞ്ഞു? ലാബിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പറഞ്ഞു ലാബ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലാബ് എന്നൊക്കെ പറയുമ്പോഴത്തേനും വേറെ അങ്ങ് പോകണ്ടേ? No. Already in the beginning itself, they gave us the information that he is living in really a high-tech house അല്ലേ? ഒരു ശരിക്കും ഹൈടെക് ആയിട്ടുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പെക്ട് എ ലാബ് ഓൾസോ ഇൻസൈഡ് ദറ്റ് ഹൗസ്. ആ ഹൗസിനുള്ളിൽ നമുക്കൊരു ലാബ് കൂടി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ദിസ് റോബോട്ട് ഹാഡ് സെഡ് ദ റിയൽ ഫാക്ട് ദാറ്റ് മോഹിത്സ് മോം ഇസ് ഇൻ ദ ലാബ് റൈറ്റ് ദെൻ. അപ്പോൾ ആ ഒരു സമയത്ത് മോഹിത്തിൻ്റെ അമ്മ എവിടെയായിരുന്നു? ലാബിലായിരുന്നു. Oh, my little fellow is home, so you found it. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? മോഹിത്തിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞു മോൻ വന്നോ, തിരിച്ചു വന്നോ? സ്കൂളിൽ നിന്ന് വന്നല്ലേ? നീ ഇവനെ കണ്ടുപിടിച്ചോ? അപ്പം റോബോട്ടിനെ നീ കണ്ടോ എന്നൊക്കെയുള്ള ഇതിൽ ഫാദർ ചോദിക്കുകയാണ്. പിന്നെയോ മോഹിത് ഫാദർ സെഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ ഡോർ. ആ ഡോറിനടുത്തേക്ക് മോഹിത്തിൻ്റെ അച്ഛൻ വന്നിട്ട് എന്തെന്നാ പറഞ്ഞേ? മോഹിത് മീറ്റ് റിക്കി. മോഹിത് നീ ഇതാണ് റിക്കി, നീ റിക്കി മീറ്റ് ചെയ്യൂ. ഹു ഈസ് റിക്കി? Robot. Okay, Ricky the robot. That's the name of the lesson also. And robot എന്ന് പറയുമ്പോഴത്തേനും റിക്കി എന്ന് പേര് കൊടുത്തു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. Our company made this robot. Then who made this robot? Their company. Okay. അപ്പോൾ അവരുടെ കമ്പനിയാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയത്. It's going to stay with us and help us with the housework. അപ്പോൾ പറഞ്ഞു ഇത് നമ്മളോടൊപ്പം ഇനി താമസിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഇനി വീട്ടിലുള്ള ജോലി കാര്യത്തിലെല്ലാം തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. We could really use an extra pair of hands. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ രണ്ട് കൈയും നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് he will really help, isn't it? He will really help. അപ്പോൾ നമ്മളെ എന്തൊക്കെയായാലും ശരി ഇവൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് തന്നെയാണ് മോഹിത്തിൻ്റെ ഫാദർ പറയുന്നത്. പിന്നെയോ what do you think? asked his father. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് മോഹിത്തിനോട് ചോദിക്കുന്നു, നിനക്കെന്താ തോന്നേ? Ricky looked glazed and metallic. It had glowing red eyes that were electric bulbs. It moved on 4 wheels and made a feeble humming noise. It worked throughout the day. അപ്പോൾ എന്താണ് റിക്കി ലുക്ഡ്. അപ്പോൾ ഈ റിക്കി ഇനിയിപ്പോൾ കുറച്ച് റിക്കീനെ കുറിച്ചിട്ടൊന്ന് പറയാണ്. റിക്കി എങ്ങനെയാണ് ഇരിക്കുന്നത്? റിക്കി ലുക്ഡ് glazed. And what do you mean by glazed? എന്താണ് ഗ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ? സ്മൂത്ത് ആൻഡ് ഷൈനി അല്ലേ? ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര ഷൈനി ആയിട്ട് ഇരിക്കുന്നത് അല്ലേ? നല്ല തിളങ്ങുന്ന. റിക്കി ലുക്ഡ് ഗ്ലേസ്ഡ് ആൻഡ് മെറ്റലിക്. അപ്പോൾ നമുക്കറിയാം ഈ മെറ്റൽ കൊണ്ടിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ മേ ബി യു ഹാവ് ഫൗണ്ട് ഓൾ ദീസ് സ്റ്റഫ്സ് ഇൻ കാർട്ടൂൺസ് ഓർ ഇൻ എനി മൂവീസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് മെറ്റലിക് വേർഷൻ ഓർ ദ റോബോട്ട് അപ്പിയറൻസ്. You can found all these things in the TV. Like it will be very shiny അല്ലേ? അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ സ്റ്റീലിൻ്റെ അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോഴത്തേനും ആ മെറ്റൽ വെച്ചിട്ടുണ്ടാകുമ്പോഴത്തേനും അത് ഭയങ്കര ഷൈനി ആയിട്ടൊക്കെ ഇരിക്കില്ലേ? അത് ഭയങ്കര സ്മൂത്ത് ആണെന്ന് തോന്നും അല്ലേ? നമുക്കിങ്ങനെ ഇതിങ്ങനെ തടവണം എന്നൊക്കെ തോന്നുന്നു കാണുമ്പോഴത്തേനും. അത്ര ഭയങ്കരമായിട്ട് നല്ല ഷൈനി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അപ്പിയറൻസും അങ്ങനെ തന്നെയാണ്. പിന്നെയോ
It had glowing red eyes that were electric bulbs. അതിന് എന്തെന്നാണുള്ളത്? നല്ല ഗ്ലോയിങ്, നല്ല തിളങ്ങുന്ന, നല്ല പ്രകാശിക്കുന്ന റെഡ് കളറിലെ ഐസ് ആണ്. ദാറ്റ് വർ ഇലക്ട്രിക് ബൾബ്സ്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ബൾബ്സ് ആണല്ലേ. ഇറ്റ് മൂവ്ഡ് ഓൺ 4 wheels ആൻഡ് മേഡ് എ ഫീബിൾ ഹമ്മിങ് നോയ്സ്. ഇറ്റ് മൂവ്ഡ് ഓൺ 4 wheels. 4 വീലിൻ്റെ പുറത്താണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. പിന്നെയോ ആൻഡ് മെയ്ഡ് എ ഫീബിൾ ഹമ്മിങ് നോയ്സ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഫീബിൾ? വീക്ക് ഓർ സോഫ്റ്റ്. ഓക്കെ, എന്നിട്ട് അതിൽ കുഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. ഫീബിൾ ഹമ്മിങ് നോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു നോയ്സ്. ഇറ്റ് വർക്ക്ഡ് ത്രൂ ഔട്ട് ദ ഡേ. നിങ്ങളൊക്കെ ആണെങ്കിലോ ഇത്തിരി ഒന്ന് എന്തെങ്കിലും അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾ ടയേർഡ് ആകും അല്ലേ. ഞാൻ കുഴഞ്ഞു, ഇന്ന് വയ്യ. പക്ഷേ ഈ റോബോട്ട് വർക്ക് ത്രൂ ഔട്ട് ദ ഡേ. ദിവസം മുഴുവനും ഈ റോബോട്ടിൽ നിന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് നടുവേദന കാലുവേദന എന്ന് പറയുന്നു? നെവർ. At the end of the day, when the switch behind Ricky's right ear was turned off, his eyes shut and the humming noise stopped. He stood still like a mannequin all through the night. Okay, അപ്പോൾ at the end of the day, ശരി, പകൽ മുഴുവനും ഇതിങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പകൽ അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, when the switch behind Ricky's right ear. റിക്കി ആരാണ്? ഹൂസ് റിക്കി? റിക്കി ഈസ് ദ റോബോട്ട്. അപ്പോൾ റിക്കിയുടെ റൈറ്റ് ഇയറിൻ്റെ ബാക്കിൽ അല്ലേ, റിക്കിയുടെ റൈറ്റ് ഇയറിൻ്റെ ബാക്കിലായിട്ട് എന്തുണ്ടാണ്? ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേനോ ഹിസ് ഐസ് ഷട്ട്. അപ്പോഴത്തേനും കണ്ണടയ്ക്കും അല്ലേ. ഐസ് ഷട്ട് ആൻഡ് ഹമ്മിങ് നോയ്സ് സ്റ്റോപ്ഡ്. അപ്പോൾ ഒരു നോയ്സ് എപ്പോഴും ആ റോബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴും റോബോട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൊരു നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സ്വിച്ച് the switch behind his right ear, when once it has switched off, what happened? His noise also will stop അല്ലേ. His eyes will get shut. അപ്പോൾ അവൻ്റെ കണ്ണടയും പിന്നെയോ ഈ സൗണ്ടും നിൽക്കും. He stood still like a mannequin all through the night. And what do you mean by mannequin? A dummy or an artificial model in the form of a human being അല്ലേ. അപ്പോൾ പിന്നീട് ഇത് എന്തിൻ്റെ ഒരു രൂപത്തിലാകും? മാൻക്വീൻ. what do you mean by mannequin? മാൻക്വീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? മാൻക്വീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? പ്രതിമ അല്ലേ. പ്രതിമ പോലെ ഇങ്ങനെ അനങ്ങാണ്ട് ഒരു സ്റ്റാച്യു പോലെ അങ്ങ് നിന്നേക്കും, ഒരു ഡമ്മി പോലെ. പിന്നെ അതിനെ ഒന്നിനും കൊള്ളില്ല, ചുമ്മാ ഇങ്ങനെ അനങ്ങാണ്ട് നിന്നേക്കും. What does Ricky eat that gives it all this energy? Asked Mohit. Oh, Mohit, you should know better, said his mother. We charge it as we charge the other appliances at home, such as the mobile phone, the camera, and the computer. We connect its plug to a socket and switch it on to charge its batteries. The batteries store electricity and later supply it to the various parts of Ricky's body. That's how it works. We just need to charge it at regular intervals. Okay? അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചോദിക്കുക. അപ്പം മോഹിത് വേണ്ടപ്പോൾ മോഹിത് is watching this robot and he can found that this robot is working throughout the day without any kind of tiredness അല്ലേ. ഒരു ക്ഷീണവും ഇല്ലാണ്ട് ദിവസം ഫുള്ള് ഇവനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മോഹിത് ചോദിക്കുക, what's he taking as energy? ഇവന് ഇത്ര എനർജി കിട്ടാൻ വേണ്ടി what's he taking? എന്തെന്നാണ് ഇവ കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും അമ്മ പറയാം, ബെസ്റ്റ്, നിനക്കൊന്നും അറിയില്ലേ, നിനക്കതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ മോഹിത്, നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. You should know better, said his mother. We charge it as we charge the other appliances at home. നമ്മൾ വീട്ടിലുള്ള മറ്റു സാധനങ്ങൾ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഇവനെയും ചാർജ് ചെയ്യും. such as a mobile phone. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യില്ലേ, ക്യാമറ ആൻഡ് ദ കമ്പ്യൂട്ടർ, ഇതൊക്കെ നമ്മൾ എന്താ അത് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്തിടും അല്ലേ. we connect its plug to a socket. അപ്പോൾ ഇവൻ്റെയും ഇവൻ്റെ ഒരു കണക്ഷൻ പ്ലഗ് വഴി സോക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ആൻഡ് സ്വിച്ച് ഇറ്റ് ഓൺ ടു ചാർജ് ഇറ്റ്സ് ബാറ്ററീസ്. എന്നിട്ട് അവൻ്റെ ബാറ്ററീസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. ദ ബാറ്ററി സ്റ്റോർ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇവൻ്റെ ബോഡിയിലുള്ള ബാറ്ററി എന്ത് ചെയ്യും? ഇവിടെ ഇതിനകത്ത് കുത്തുമ്പോഴത്തേനും അവിടുന്ന് ഇലക്ട്രിസിറ്റി എല്ലാം കൂടി അവൻ്റെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കും. And later supply to the various parts of Ricky's body. അതിനുശേഷം അവൻ്റെ ബോഡിയിലേക്ക്, അവൻ്റെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ എനർജി കൊണ്ടുപോകും. That's how it works. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. We just need to charge it at regular intervals. നമ്മളത് ജസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പോഴാണോ ആവശ്യം വരിക അപ്പോൾ മാത്രം നമ്മളിത് ചാർജ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ടു. പിന്നെയോ over the next few days, Mohit watched in awe as Ricky performed various chores around the house, cooking, cleaning, ironing and gathering clothes for laundry. It also cleared and picked up the books and other things that were strewn around the place. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് അടുത്ത ദിവസങ്ങളിൽ പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും Mohit watched in awe. And what do you mean by awe? Awe means a strong feeling of wonder. ശരിക്കും പറഞ്ഞാൽ മോഹിത്തിൻ്റെ കിളി പോയി അല്ലേ.
We can say എന്ത് പറയാം, നമുക്ക് മോഹിത്തിന്റെ കിളി പോയിന്ന് പറയാം. Because he was really surprised with this Ricky the robot. അല്ലേ, റിക്കി കൊണ്ട് ഇവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്തേ, Ricky performed various chores around the house. അവൻ ആ വീട്ടിൽ ചെയ്യാത്ത പണിയൊന്നുമില്ല. Who? Ricky the robot. അല്ലേ, റിക്കി ചെയ്യാത്ത പണികളൊന്നുമില്ല. എന്തൊക്കെയാ ചെയ്യുന്നേ? He do cooking, cleaning, ironing and gathering clothes for laundry. അല്ലേ, ഇതെല്ലാം തന്നെ ചെയ്യും, ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്യും. ലോണ്ട്രിയിലേക്ക് വേണ്ടിയിട്ട് തുണികളും എല്ലാം ഗ്യാദർ ചെയ്യും. It also cleared and picked up the books and other things that were strewn around the place. And what do you mean by strewn? Strewn means scattered or spread. അത് നിങ്ങൾക്ക് തന്നെ മടിയുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. നിങ്ങളുടെ വീട്ടിലിങ്ങനെ ബുക്സ് അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അല്ലെങ്കിൽ ചിതറി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ ആയല്ലോ, ഒന്ന് കുറച്ചൊന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് ആരൊക്കെ വിചാരിക്കും? How many of you will do? നൂറിന ചെയ്യോ, ഫാത്തിമ ചെയ്യോ, ഐഷ ചെയ്യോ? ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമല്ലേ? നല്ല കുട്ടികളാണോ? മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നു, മനസ്സിലായി. ഓക്കെ, പക്ഷേ എന്നാലും ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലാണെങ്കിലേ ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേന് അതൊന്ന് അടുക്കി വെക്കുന്നത്, എനിക്കത് കണ്ടാലും ഒന്ന് എടുത്ത് വെച്ചൂടെ എന്നൊക്കെ ഉമ്മമാർ ചോദിക്കൂ അല്ലേ. They used to ask like that. They used to shout. അവർ നമ്മൾ വഴക്ക് പറയും, വഴക്ക് പറഞ്ഞാലും ചില കുട്ടികൾ ചെയ്യില്ല, ചിലർ വഴക്ക് പറയാണ്ട് തന്നെ എടുത്ത് ചെയ്യും അല്ലേ. അപ്പോൾ വഴക്ക് പറയാതെ ചെയ്യുന്നതാണ് നല്ല കുട്ടികൾ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ അടുക്കിപ്പറക്കി വെക്കുന്ന പരിപാടി ഉൾപ്പെടെ ഹൂ യൂസ് ടു ഡു? റോബോട്ട്. ആര്? റിക്കി ദ റോബോട്ട് അല്ലേ. റിക്കിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അടുക്കിപ്പറക്കി വെക്കുക വരെ ചെയ്യും. പിന്നെ it also cleared and picked up the books and other things that was thrown around the place. Mohit asked his father, how does it do all the work, Papa? അപ്പോൾ മോഹിത്തിന് ഭയങ്കര അത്ഭുതമായിട്ട് മോഹിത്ത് പപ്പയോട് ചോദിച്ചു, ഇത് എന്തെന്നാണ്, ഇതെങ്ങനെ ഇത്രയും പണികളൊക്കെ ചെയ്യുന്നത്? It's programmed to do so, Mohit replied his father. അപ്പോൾ ഫാദർ പറഞ്ഞു, അതൊക്കെ എല്ലാം അവൻ്റെ ബോഡിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയും അല്ലേ. കമ്പ്യൂട്ടർ എല്ലാം തന്നെയും കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണമാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിന് ആ പ്രോഗ്രാമിംഗ് ചെയ്തതുകൊണ്ട് മാത്രമാണ് കമ്പ്യൂട്ടർ ഇതൊക്കെ ചെയ്യുന്നത്. വിത്തൗട്ട് ദാറ്റ് പ്രോഗ്രാമിംഗ് ദ കമ്പ്യൂട്ടർ can't do anything. Just like this robot also, if we are not giving any program to his body, or if they haven't designed the robot with any particular program, they can't do anything. അവർക്ക് പ്രോഗ്രാം ഇല്ലാണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുകയില്ല. അപ്പോൾ പ്രോഗ്രാം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിംഗ് അനുസരിച്ചിട്ടാണ് അവൻ വർക്ക് ചെയ്യുന്നത്. Programmed? What does that mean? Enquired Mohit. അപ്പോൾ പ്രോഗ്രാംഡ് എന്ന് ചോദിച്ചാൽ മോഹിത് ചോദിച്ചു, പ്രോഗ്രാം? What do you mean by program? എനിക്ക് ആകെ ഇപ്പോൾ ടി വിയിൽ വരുന്ന ആ ടി വിയിൽ നിന്ന് എന്താണ് പ്രോഗ്രാം, അത് ആ പ്രോഗ്രാമേ ആ കുട്ടിക്ക് അറിയുള്ളൂ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചു. All right, let me see how I can explain it to you. Okay, I want you to tell me to do something. It can be anything. Ask me to spread jam on a slice of bread, said his father. Okay, അപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആരെ? നമ്മുടെ മോഹിത്തിൻ്റെ അച്ഛൻ മോഹിത്തിനോട് എന്താണ് പ്രോഗ്രാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ ഹൗ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കട്ടെ എനിക്കിത് എങ്ങനെയെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്ന്. എന്താ പറയുന്നത്? ഐ വാണ്ട് ടു ടെൽ മീ ടു ഡു സംതിങ്. ഐ വാണ്ട് യു ടു ടെൽ മീ ടു ഡു സംതിങ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ അത് നീ എന്നോടൊന്ന് പറ. ഫോർ എക്സാമ്പിൾ, നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആസ്ക് മീ ടു സ്പ്രെഡ് ജാം ഓൺ എ സ്ലൈസ് ഓഫ് ബ്രെഡ്, സെഡ് ഹിസ് ഫാദർ. എന്നിട്ട് ഇയാൾ അവനോട് പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്, എന്നോട് പറ പപ്പ, എനിക്ക് ഈ ബ്രെഡിൽ കുറച്ച് ജാം പുരട്ടി തരാൻ എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. ഹൂ? മോഹിത്സ് ഫാദർ. വൈ വുഡ് ഐ ഡു ദാറ്റ് പപ്പ? ആസ്ക്ഡ് എ കൺഫ്യൂസ്ഡ് മോഹിത്. അപ്പോൾ അപ്പം ഈ മോഹിത് ചോദിക്കൂ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് പപ്പ? Well, Mohit, let's try. I want you to imagine that I know nothing at all. I do not know what a slice is, or what bread means, or what jam is. I do not know how to spread jam either. Now tell me how I should go about it, asked his father. Mohit began. All right, here you go. Take a slice of bread. His father interrupted. What is bread? Oh, the brown square thing is bread, said Mohit. What's brown? What's square? asked his father. Papa, are you pulling my leg? asked Mohit, a little annoyed. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ റോബോട്ടിൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെന്നാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഫാദർ ഒരു എക്സാമ്പിൾ വഴി. അപ്പോൾ ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു, ഇതുപോലെ എന്നോട് പറ ഒരു ബ്രെഡിനകത്ത് ജാം പുരട്ടി തരാനെന്ന്. അപ്പോൾ ചോദിച്ചു, ഞാൻ എന്നാത്തിന് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, അതെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ, എനിക്കൊന്നും അറിയില്ല എന്ന്. എനിക്ക് മീൻസ് വാട്ട്? ഹൂം? മോഹിത്സ് ഫാദർ. ഓക്കെ, അപ്പോൾ മോഹിത്തിൻ്റെ ഫാദർ പറയാണ്, എനിക്ക് ഒന്നും അറിയില്ല എന്ന് നീ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഐ ഡു നോട്ട് നോ വാട്ട് എ സ്ലൈസസ്. എനിക്ക്
എന്തുപോലും അറിയില്ല എന്താണ് ഒരു സ്ലൈസ് എന്ന് പോലും. ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഒരു സ്ലൈസ് എന്ന് പോലും എനിക്കറിയില്ല. ഓർ വാട്ട് ബ്രെഡ് മീൻസ് ഓർ വാട്ട് ജാം ഈസ്. അതുപോലെ തന്നെ ബ്രെഡ് എന്താണെന്ന് അറിയില്ല, ജാം എന്താണെന്ന് അറിയില്ല. എനിക്കിതൊന്നും അറിയില്ല എന്ന് നീ ജസ്റ്റ് ഒന്ന് വിചാരിച്ചേ, ഒന്ന് വിചാരിക്കോ, നിങ്ങൾ വിചാരിച്ചോ? ഓക്കെ, ജസ്റ്റ് സപ്പോസ് now I am not Fareeda, I am explaining as Mohit's father. Okay, അപ്പോൾ ഞാൻ മോഹിത്തിൻ്റെ ഫാദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ലിസൺ. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ബ്രെഡ് എന്താണെന്ന് അറിയില്ല. I don't know what is bread, I don't know what is slice, I don't know what is jam. Okay, and now tell me how I should go about it. ഇനി നീ പറ, ഇനി നിങ്ങൾ പറ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, മക്കളെ നൂറിന, ഫാത്തിമ, ആയിഷ, ഖദീജ, നിങ്ങളോട് ഞാൻ ചോദിക്കുക, എനിക്ക് ബ്രെഡ് എന്താ, സ്ലൈസ് എന്താ, ജാം എന്താണെന്ന് അറിയാത്ത എന്നോട് നിങ്ങൾ ബ്രെഡ് എടുത്തിട്ട് ജാം പുരട്ടാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ചെയ്യണം? ഓക്കെ, ഓൾ റൈറ്റ്, ഹിയർ യു ഗോ, ടേക്ക് എ സ്ലൈസ് ഓഫ് ബ്രെഡ്. അപ്പോഴത്തേനും മോഹിത് പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു. ഇതാണ് ഒരു സ്ലൈസ് ബ്രെഡ് എന്ന് പറഞ്ഞു. ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ്റെ ഫാദർ ഇടയ്ക്ക് ഹിസ് ഫാദർ ഇൻട്രപ്റ്റഡ്, വാട്ട്സ് ബ്രെഡ്? സ്ലൈസ് ഓഫ് ബ്രെഡ് ഓക്കെ ഇതാണ്ടേന്ന് പറഞ്ഞത്, പക്ഷേ എന്താണ് ബ്രെഡ് എന്ന് അച്ഛൻ വീണ്ടും ചോദിച്ചു. ഓ, ദ ബ്രൗൺ സ്ക്വയർ തിങ് ഇസ് ബ്രെഡ്, സെറ്റ് മോഹിത്ത്. അപ്പോൾ മോഹിത്ത് ദേഷ്യം പിടിച്ചു. മോഹിത്ത് പറഞ്ഞു, അച്ഛനെ കൊണ്ട് തോറ്റു. എന്താണ്? ബ്രൗൺ കളറിലെ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ബ്രെഡ്. വാട്ട്സ് ബ്രൗൺ, വാട്ട്സ് സ്ക്വയർ? അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കുക, എന്താണ് ഈ ബ്രൗൺ, എന്താണ് ഈ സ്ക്വയർ? asked his father. Papa, are you pulling my leg? asked Mohit a little annoyed. അപ്പോൾ അവന് ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ അതൊരു യൂസേജ് ആണ് കേട്ടോ. ഇതിനകത്ത് പറയുന്നത് യു പുള്ളിങ് മൈ ലെഗ്, നീ എന്താ എൻ്റെ കാല് പിടിച്ച് വലിക്കുകയാണോ? ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കാല് പിടിച്ച് വലിക്കുന്നുണ്ടോ? ഇല്ല, അത് ഇംഗ്ലീഷിലുള്ള യൂസേജ് ആണ്. ലൈക്ക് ഇൻ മലയാളം, നമ്മൾ മലയാളത്തിൽ പറയുന്നത് കിളി പോയി, ഇവൻ മിക്കവാറും എനിക്ക് എന്നെ പ്രാന്ത് പിടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ, നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കില്ലേ എന്നൊക്കെ പറയില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യൂസേജ്. അപ്പോൾ ഇന്ന് നോ മൈ ഡിയർ ഫെലോ, chuckled his father. This is how it goes, Mohit. Ricky is a robot that looks like a human. It works on a computer program that's already stored in its memory. A program is a set of instructions and information. For example, the shape square, the color brown, and so on are stored as information in Ricky's memory. Similarly, the process of spreading jam is also stored as a step-by-step instruction. Just like this, hundreds and thousands of other processes are also entered and stored in its memory, explained his father. Mohit listened intently. And what do you mean by intently? With great attention or concentration. And what do you mean by chuckle? Laughed quietly. Okay, no, my dear fellow. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹിത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ എന്ത് ചെയ്ത് ചിരിയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് പറഞ്ഞു, പതുക്കെ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ ശരിക്കും നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. റിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടാണ്, പക്ഷേ അവനെ കണ്ടാൽ ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനെ പോലെ ഇരിക്കും. ഓക്കെ, നൗ ഐ എം എക്സ്പ്ലെയിനിങ് ടു യു മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ബട്ടർഫ്ലൈസ്. ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ റിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു റോബോട്ടിനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോബോട്ടാണ്, അത് ശരിക്കും ഒരു മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെയോ, it works in a computer program that's already stored in its memory. ആ റോബോട്ട് അത് ശരിക്കും ഒരു മെഷീനാണ്, അതിനൊന്നും തന്നെ അറിയില്ല. അതിൻ്റെ ബ്രെയിനിലേക്ക് എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ? ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും, ഒരുപാട് വിവരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്. എന്തെന്നാ ഇൻസ്ട്രക്ഷൻസ്? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം. ഓക്കെ, എന്തെന്നാ ഇൻഫർമേഷൻ? ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതൊരു കളറാണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുക, അതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ ബ്രെഡ് കണ്ടാൽ എന്ത് ചെയ്യണം, ബ്രെഡ് എടുത്ത് അത് ജാം തേക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ്. സോ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ്, ഇതെല്ലാം കൂടി ഉള്ളതാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോഗ്രാമാണ് എന്തെന്ന് നമ്മുടെ റോബോട്ട്സ്, അല്ലെങ്കിൽ ഇവിടെ റിക്കി അല്ലേ ഉള്ളത്, അപ്പോൾ റിക്കിയുടെ തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദിസ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് അതർ പ്രോസസ്സസ് ആർ ഓൾസോ എൻറ്റേർഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മെമ്മറി. ഇതുപോലെ 100 കണക്കിന് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് എല്ലാം സ്റ്റോർ ചെയ്ത് അതിൻ്റെ മെമ്മറിയിലേക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹിസ് ഫാദർ. മോഹിത് ലിസൺഡ് ഇൻറ്റൻറ്റ്ലി. അവൻ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. എനിക്കറിയാം എൻ്റെ ബട്ടർഫ്ലൈസ് എല്ലാം വളരെ ശ്രദ്ധിച്ച്, ഇങ്ങനെയൊക്കെയാണോ റോബോട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഒരു റോബോട്ടിൻ്റെ വീട്ടിൽ വേണമെന്നുണ്ട്. എന്താ, ഉമ്മ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ടല്ലോ. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാമല്ലോ ബാലരമ്യം വായിച്ചിട്ട് അല്ലേ? ഓക്കെ, സോ എനിക്കറിയാം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു റോബോട്ടിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. എനിവേ, we can have the balanced portion of the same lesson and we can know more about robot and Ricky the robot in the next video, in the next class. Till then, you take care. Assalamu Alaikum.